ഹലോ ഗായ്സ്, ലിജീസ് കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉച്ചയൂണിന് തക്കാളി രസം വയ്ക്കാൻ പോവുകയാണ്. അതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. കുരുമുളക്, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, 2 വറ്റൽമുളക്, ജീരകം, കറിവേപ്പില. ഇത് തക്കാളി കൃഷി ചെയ്ത് വെച്ചിട്ട് പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ചൂടുവെള്ളം അതിൽ ചേർക്കാൻ വേണ്ടിയിട്ട്, പിന്നെ ശകലം വാളംപുളി പിഴിഞ്ഞൊഴിക്കാൻ പാകത്തിന്. ഇന്നപ്പോൾ തക്കാളി രസം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. തക്കാളി രസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഈ കുരുമുളക്, ജീരകം, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, വറ്റൽമുളക് ഇതൊന്ന് ചതച്ചെടുക്കാം. ഇതെല്ലാം കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് കറിവേപ്പിലയും ഈ ചതച്ച് വെച്ചിട്ട് കൂട്ടുകൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ മൂക്കുന്ന വരെ ഇതിനെ ആക്കി കൊടുക്കാം. മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇളക്കാം. അതിൽ പച്ചമുളക് മാറുന്നതിൽ ഇളക്കി കൊടുത്തിട്ട് മസാല ചേർത്ത് കൊടുക്കാം. തക്കാളിയുടെ പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് പച്ചമുളക് മാറുന്ന വരെ ഇളക്കി കൊടുക്കാൻ വേണം. അതിലേക്ക് വാളംപുളി, കുറച്ച് വാളംപുളി പൊടി പിഴിഞ്ഞത് ഒഴിച്ച് കൊടുക്കാം. ഒരുപാട് ഒഴിക്കുന്നില്ല, കുറച്ചേ ഒഴിക്കുന്നുള്ളൂ. തക്കാളിയോടെ ചേരുന്നതായതുകൊണ്ട് ഒത്തിരി വേണ്ട, കുറച്ചേ ഒഴിച്ച് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ചൂടുവെള്ളമാണ്. ഇതിനെ ഒഴിച്ച് കൊടുക്കുക. ഇനി നന്നായിട്ട് ഇതിനെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കായപ്പൊടിയാണ്. അപ്പോൾ ഇതിനകത്തിൽ കായപ്പൊടിയോടെ ചേർത്ത് കൊടുക്കാം. ഇതിൽ ചേർക്കേണ്ട വേറൊരു പ്രധാനപ്പെട്ട ഐറ്റമാണ് മല്ലിയില. അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒരു തിള വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ല തിള വന്നതിന് ശേഷം വാങ്ങി അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഉപയോഗിക്കാം. അങ്ങനെ നല്ല രുചികരമായ രസമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ ഒന്ന് അടച്ചു വെച്ച് നല്ല തിള വരുന്നവരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിൽ ഞാൻ ഉപ്പിട്ട കാര്യം പറയാൻ മറന്നതാണ്. ഉപ്പ് ഇതിനിടയ്ക്ക് ഇട്ടതായിരുന്നു. നല്ലോണം കുറച്ച് വന്നിട്ടുണ്ട്. ഒന്നുകൂടെ തിള വരട്ടെ. അങ്ങനെ രുചികരമായ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ചോറിന് കഴിക്കാൻ പറ്റിയ രസം കറിയാണ് ഇത്. ചോറിൻ്റെ കൂടെ അല്ലാതെ വെറുതെ കുടിക്കാനും നല്ലതാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. രസം ഭക്ഷണത്തിന് നല്ലതാണ്. ഭക്ഷണത്തിൽ ഇത് ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. രസം കറി കുരുമുളകും ചെറുള്ളിയും വെളുത്തുള്ളിയും കായൊക്കെ ചേർന്നതല്ലേ, നല്ലതല്ലേ. അപ്പം മറ്റു വീഡിയോയുമായി വരുന്നവരെ വണക്കം.